ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റാസ്ബെറി പൈയിൽ പൈത്തൺ പ്രോഗ്രാംസ് എങ്ങനെ ചെയ്യാം എന്നാണ് നോക്കുന്നത്. പുതിയതായിട്ട് OS ചെയ്തൊരു സിസ്റ്റമാണിത്. അപ്പം ഫസ്റ്റ് നമുക്ക് പൈത്തൺ ഏത് വെർഷനാണ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയി കിടക്കുന്നതെന്ന് നോക്കണം. അതിനു വേണ്ടിയിട്ട് പൈത്തൺ -- വെർഷൻ എന്ന് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈത്തൻ്റെ കറണ്ട് വേർഷൻ ഏതാണെന്ന് കാണാൻ പറ്റും. nano_/.bash_rc ~/ മീൻ ചെയ്യുന്നത് ഹോം ഡയറക്ടറിയാണ്. നാനോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനൊരു ടെക്സ്റ്റ് എഡിറ്ററാണ്. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫയലിനകത്തോട്ട് പോയിട്ട് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ പൈത്തൻ്റെ ഡയറക്ടറിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. user/bin/python3. അപ്പോൾ ഈ ഒരു ഡയറക്ടറി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിന് നമുക്ക് പൈത്തൺ 3 വേർഷൻ അപ്ഡേറ്റ് ആവും. ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ലോഗ് ഔട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്യേണ്ടി വരും. അതിന് പകരം നമ്മൾ source/.bash_rc കൊടുക്കുമ്പോഴത്തേക്കിന് ഓട്ടോമാറ്റിക്കായിട്ടും ലോഗിൻ ചെയ്ത് ലോഗ് ഔട്ട് ചെയ്യുന്നതിൻ്റെ എഫക്റ്റാണ്. മേളിലോട്ടുള്ള ആരോ കീ നമ്മൾ പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ്ലി യൂസ് ചെയ്ത കമാൻഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നമുക്ക് വേർഷൻ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് റാസ്ബെറി പൈയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാമിങ്ങിനകത്ത് ടോണി പൈത്തൺ IDE, ഈ ഒരു IDEയിലാണ് നമ്മൾ പൈത്തൺ പ്രോഗ്രാം ചെയ്യുന്നത് റാസ്ബെറി പൈയിൽ. ജസ്റ്റ് നോർമൽ പ്രിൻറ്റ് ഹലോ വേൾഡ് കൊടുക്കാം. റൺ ചെയ്യുന്നതിന് മുമ്പ് സേവ് ചെയ്യണം. ഡോക്യുമെൻറ്റ്സിനകത്ത് പൈത്തൺ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് ബേസിക് എന്ന് പറയുന്നൊരു ഫയലായിട്ടാണ് സേവ് ചെയ്യുന്നത്. ഇനി റൺ ചെയ്യാം. ഓക്കെ, നമുക്ക് ഹലോ വേൾഡ് പ്രിൻ്റ് ആയി കിട്ടുന്നുണ്ട്. നമ്മൾ നോർമൽ പൈത്തൺ ചെയ്യുന്ന അതേ സെയിം പോലെ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് സിംഗിൾ കോഡ്സിലും ഡബിൾ കോഡ്സിലും ഇതിനകത്ത് എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ പ്രിന്റ് ആവും. ഓക്കെ, നമ്മൾ എന്താണ് കൊടുത്തത് അത് അതേപോലെ പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി. ഇനിയിപ്പോൾ ഒരു യൂസറിൻ്റെ നിന്ന് ഒരു ഇൻപുട്ട് എങ്ങനെ വാങ്ങാമെന്ന് നോക്കാം. അത് നോർമലായിട്ട് x = ഇൻപുട്ട് ഓഫ് എൻട്രി നമ്പർ അല്ലെങ്കിൽ എൻട്രി ക്യാരക്ടർ എന്ന് ഇപ്പോൾ കൊടുക്കുവാണ്. അത് എന്താണ് യൂസർ എൻ്റർ ചെയ്തത് അത് ജസ്റ്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി പ്രിന്റ് x. റൺ ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്താണോ കൊടുത്തത് അതേപോലെ തന്നെ ചോദിക്കും എൻട്രി ക്യാരക്ടർ. ഹലോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുവാണ്. ഹലോ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ആ എക്സ് എന്ന് സ്റ്റോർ ആയത് അതിൻ്റെ ടൈപ്പ് നോക്കാൻ വേണ്ടിയിട്ട് ടൈപ്പ് ഓഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യുക. പ്രിൻ്റ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ആ പ്രിൻ്റ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞ വേറൊരു ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുകയാണ്. എക്സ് എന്തായിട്ടാണോ സ്റ്റോർ ആയേക്കുന്നത്, ഏത് ടൈപ്പിലാണ് സ്റ്റോർ ചെയ്യുക, ഇപ്പോൾ ഫ്ലോട്ട് ആണോ, സ്ട്രിങ് ആണോ, ഇൻറ്റിജർ ആണോ, ഏത് ടൈപ്പാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈപ്പ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അത് സ്ട്രിങ് ആണെന്ന് കാണിക്കുന്നുണ്ട്. 125 എന്ന് ജസ്റ്റ് കൊടുത്തു നോക്കാം. അപ്പോഴും സ്ട്രിങ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ഇൻറ്റിജറായിട്ടല്ല അത് എടുക്കുന്നത്. ഇതിനെ നമുക്ക് ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റ് ഓഫ് എന്ന് പറയുന്നൊരു വേറൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇൻപുട്ടിന് തൊട്ട് ഫ്രണ്ടിൽ ഇൻറ്റ് ഓഫ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ ഇൻപുട്ട് ചെയ്ത് കിട്ടുന്നത് അതിനെ ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യുന്നൊരു ഫംഗ്ഷനാണത്. നമ്മൾ ഇൻറ്റിജർ കൊടുത്തു, 125 എന്ന് ഇൻറ്റിജർ കൊടുത്തു, ഇൻറ്റിജറായിട്ട് തന്നെ അത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് നമ്പർ എങ്ങനെ സം ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, എക്സും വൈയും കൂടെ സം ചെയ്യുവാണ്. 10, 5,
ഇതിപ്പോൾ ഇൻ്റാണ് പ്രിൻ്റ് ആയത്. ടൈപ്പ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് കിടക്കുന്നുണ്ട്, അതിൻ്റെ ടൈപ്പാണ് പ്രിൻ്റ് അയക്കുന്നത്. നമുക്ക് ആ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ റിമൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് 10 5 സെയിം കൊടുത്താൽ 15 കിട്ടുന്നുണ്ട്. ഇനി നമ്മളെ ഇൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇൻ്റ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. റൺ ചെയ്യുന്ന ടൈമിൽ സെയിം 10 5 തന്നെ കൊടുക്കുവാണ്. 105 എന്നാണ് 10 ഒരു സ്ട്രിങ്ങും 5 ഒരു സ്ട്രിങ്ങും, അങ്ങനെ 2 സ്ട്രിങ് തമ്മി ആഡ് ചെയ്താണ് ഇപ്പോൾ പ്രിന്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അതാണ് 105 എന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂമറിക് വാല്യൂസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തത്. ഓക്കെ, നോർമൽ പൈത്തണിലെ കൂട്ട് തന്നെ നമുക്ക് ഷെല്ലിലും ഇതിനകത്ത് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഷെല്ലൊന്ന് ട്രാഗ് ചെയ്യുക. അതിനകത്ത് എക്സിനെ ഞാൻ 10 ആയിട്ട് കൊടുത്തു, വൈയുടെ വാല്യൂ ഞാൻ 20 കൊടുത്തു. എക്സ് പ്ലസ് വൈ എന്ന് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് 30 കിട്ടുന്നുണ്ട്. നമുക്കിതിൻ്റെ ടൈപ്പും ചെക്ക് ചെയ്യാം. ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇൻറ്റീജറായിട്ട് ആയിക്കോളും. എക്സ് ഡിവൈഡ് ബൈ വൈ ചെയ്യുമ്പം ഒരു ഫ്ലോട്ടിംഗ് വാല്യൂ ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. എക്സ് ഡിവൈഡ് ബൈ വൈ ചെയ്തിട്ട് അതിനെ ഞാൻ ജസ്റ്റ് ഇസഡിലോട്ട് സ്റ്റോർ ചെയ്യുകയാണ്. ഇസഡിൻ്റെ ടൈപ്പ് ജസ്റ്റ് നമുക്ക് നോക്കാം. ഇസഡിൻ്റെ ടൈപ്പ് നോക്കുമ്പോൾ ഫ്ലോട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ജസ്റ്റ് അഡിഷൻ ചെയ്യുന്ന ടൈമിൽ വേറൊരു വേരിയബിൾ എ എന്ന് പറയുന്നൊരു വേരിയബിളിനോട്ട് ആഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ ഇൻറ്റീജറായിട്ടാണ് അതിൻ്റെ ടൈപ്പ് കാണിക്കുന്നത്. എന്ത് ക്യാരക്ടറാണോ വരുന്നത് അതനുസരിച്ച് പൈത്തൺ അതിൻ്റെ ഡാറ്റ ടൈപ്പ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എക്സിൻ്റെ വാല്യൂ 20 ആയിട്ടും വൈയുടെ വാല്യൂ 3 ആയിട്ടും കൊടുക്കുകയാണ്. ഇതിലും നേരത്തെ പോലെ തന്നെ ആരോ കീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മേളിൽ യൂസ് ചെയ്ത കോഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാല്യൂ നമുക്ക് 6.6 ഒരു ലോങ് ഫ്ലോട്ടിംഗ് നമ്പറാണ് കിട്ടിയിരിക്കുന്നത്. ഇൻ കേസ് നമുക്ക് അത്രയും വാല്യൂ വേണ്ട, നമുക്ക് ആ ഒരു കോഷ്യൻ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഡബിൾ ഡിവിഷൻ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അത് ഇൻറ്റീജറായിട്ട് നമുക്ക് കിട്ടും.